പുട്ടും താറാവ്. പുട്ട് വിഴുങ്ങിയ താറാവ്. ഞാൻ പറഞ്ഞിട്ട് പോരുമ്പോ ചിലപ്പോൾ എന്റെ ഭാഗത്ത് തള്ളോട് ഞാൻ തള്ളിന്റെ ആളാന്നല്ല ഇപ്പൊ ഞാൻ ഈയിടെ അവധി എടുത്ത് ഇത് പൈലറ്റാകാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കും. മിക്ക സമയത്തും ആകാശം തള്ളും ഓടിക്കാനുള്ള എളുപ്പത്തിൽ അദ്ദേഹം പോകുന്നത് പറയുന്നവര് പോലും ചിലപ്പോൾ അത് മീൻ ചെയ്യുന്നവരും ഉണ്ടാവില്ല. അത് ആ ഒരു മൊമെന്റിൽ പെട്ടെന്ന് നിങ്ങൾ കൊടുക്കുന്ന ഹെഡിങ് ഒക്കെ കണ്ടിട്ട് പ്രധാനപ്പെട്ട നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളുടെ അഭിപ്രായം എന്താ? എന്തിനാ ചോദിക്കുന്നത്? നല്ല അഭിപ്രായം. നാട്ടുകാർക്ക് ഉണ്ടാവണമെന്നുണ്ടോ? തള്ളി ഒടിക്കട അവറ്റ കാല്. ഓ അവറ്റ കാല തള്ളി ഒടിക്കാൻ പറഞ്ഞപ്പോ എന്റെ കാല തള്ളി ഒടിക്കാൻ തോടാത്തണ്ടേ. കരിക്കിലെ ആ തമ്പാച്ചൻ എന്നുള്ള ക്യാരക്ടർ ചെയ്ത് കുറെ കാലം ആളുകൾക്ക് ഇത് ഞാനാണ് ചെയ്തതെന്ന് മനസ്സിലായിട്ടില്ല. ഞാനാണെന്ന് മനസ്സിലായാലല്ലേ എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. രാവിലെ 10:30 ശേഷം ഷൂട്ടുള്ളൂ. കാരണം കാപ്പ് കുടിച്ചിട്ട് വരണം വീട്ടിൽ നിന്ന്. ഷെയ്ക്കാൻ്റെ പരിപാടി എന്ന് പറഞ്ഞത് പരിപാടി ഷെയ്ക്കാൻ്റെ മാത്രമേ ഉള്ളൂ, കാശൊന്നും. സിനിമ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് വരുന്നത് പലപ്പോഴും ഞാൻ ചിലപ്പോൾ ശമ്പളം മേടിക്കേണ്ട അഭിനയിച്ചു കഴിഞ്ഞാൽ അതിന് പോലെ എൻ്റെ പേര് പ്രൊഡക്ഷനിൽ കിട്ടും എന്ന് പറയുള്ളൂ. അത് ലാഭം കിട്ടുന്ന സിനിമകളിലാണെങ്കിലാണല്ലോ നമുക്ക് റിട്ടേൺസ് ഉണ്ടെന്ന്. ഇത് അത് ഇപ്പോൾ കളയുന്നത് നമുക്ക് അങ്ങനെ ഒരു രൂപ പോലും ലാഭമൊന്നും കിട്ടാത്തതാണ്. ഞാൻ നാടകത്തിലൂടെ ആ സിനിമയിൽ എത്തുന്ന കാണിക്കുന്ന ഒരു ചെറിയ രൂപമാണ്. നമ്മൾ വീട്ടിലോട്ട് വന്ന് നമ്മൾ കൊളിയുമ്പോൾ അടിക്കുമ്പോഴേ ഞാൻ അതിനെ നോക്കും. നമ്മുടെ വരവ് എവിടുന്നായിരുന്നു എങ്ങോട്ടാണെന്നുള്ളത് പറയാൻ അങ്ങനത്തെ അത്ര ഇമോഷണലാണ് നമ്മുടെ. ഇങ്ങനൊന്നും ആകുന്ന ഇവിടെ വന്ന് എനിക്കൊന്ന് ചിന്തിച്ചല്ലോ, സുപ്രത്ത് വിചാരിച്ചല്ലോ, മനസ്സിലായി. തണ്ടപ്പുറപ്പറമ്പിൽ പള്ളിപ്പറമ്പിൽ തന്നെ ജീവിക്കുമെന്ന് വിചാരിച്ചാൽ അതൊക്കെ എൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥന. ഹായ്, മീഡിയ വണ്ണിനൊപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തും ടീമാണുള്ളത്. രാഹുൽ രാജഗോപാൽ, ടോവിനോ തോമസ്, പ്രമോദ് വെളിയനാട്. സ്വാഗതം. എനിക്ക് ആദ്യം അറിയാനുള്ളത്, ഈ ത്രില്ലർ സിനിമകളിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ത്രില്ലർ സിനിമയുണ്ടോ? മുന്നേ ഇറങ്ങിയതിൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വരുന്നതിൽ ഏത് ലാംഗ്വേജ് ആയാലും കുഴപ്പമില്ല, അന്വേഷിപ്പം കണ്ടെത്തും അല്ലാതെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള? എനിക്ക് CBI സീരീസ് ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ നമുക്കിടയൊരു സിനിമയുണ്ട്. അത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സിനിമയാണ്. പെട്ടെന്ന് ഓർമ്മ വന്നത് രണ്ടുമാണ്. ഏതാണ്? കുറേ ഉണ്ട്. യവനിക പോലത്തെ സിനിമകളൊക്കെ ഭയങ്കര രസമല്ലേ. അത് വെറും ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ലല്ലോ, അത് ഭയങ്കര രസമാണ് അതിൻ്റെ ഫിലിം മേക്കിങ്ങും ഒക്കെ. അങ്ങനത്തെ ഉള്ള സിനിമകൾ ഇഷ്ടമാണ്. അതല്ലാതെയും ഇവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ മെമ്മറീസ് പോലത്തെ സിനിമകൾ, പുതിയ കാലത്തും അതേപോലെയുള്ള ക്വാളിറ്റിയുള്ള സിനിമകൾ, അങ്ങനെ കുറേ സിനിമകളുണ്ട്. ഒന്ന് രണ്ടല്ല, മലയാളത്തിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. പുറമത്തെ ഇൻഡസ്ട്രീസിൽ നിന്നാണെങ്കിലും നമ്മൾ കുറേ ഇവിടെ രാക്ഷസനൊക്കെ ഇവിടെ വന്ന് വലിയ ഹിറ്റായതാണ്. എനിക്ക് CBI ഡയറക്ടറിൻ്റെ ഫസ്റ്റ് അത് ഭയങ്കര ത്രില്ലായിരുന്നു. CBI ഡയറക്ടർ നമ്മുടെ പ്രായത്തിലൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നുന്ന സിനിമയല്ല. നമുക്കും കൗതുകം. ഞങ്ങൾ തന്നെ അറിയാതെ ഒരു അന്വേഷകരായി സിനിമ കാണുമ്പോഴേ നമ്മളും ചെല്ലൂല്ലേ, ഇവരെക്കാട്ടി മുന്നേ നമുക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. ഈ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ആദ്യം കണ്ടു കഴിയുമ്പോഴത്തേക്കും സസ്പെൻസ് നമുക്ക് കിട്ടി. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. കാരണം രണ്ടാമത്തെ തവണ കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡ്രാമ ഇവോൾവ് ചെയ്യുന്നത് അന്വേഷകനെക്കാട്ടി സ്മാർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി ക്ലൈമാക്സ് അറിയാം. അപ്പോൾ നമുക്ക് വേറെ റിവ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ മലയാളത്തിൽ ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ കുറച്ചുകൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഗരുഡൻ ഉണ്ട്, കണ്ണൂർ സ്ക്വാഡ് ഉണ്ട്, ഇപ്പം ഓസ്ലർ ഉണ്ട്, നീരുണ്ട്. ഇപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ ടൈപ്പാണ്. ഇപ്പോൾ ചിലതിൽ ഫസ്റ്റ് തന്നെ ആരാണ് ഈ കൊലപാതകം ലൈക്ക് വാട്ട് എവർ ആ ക്രൈം ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പം കണ്ണൂർ സ്ക്വാഡ് ആണെങ്കിൽ പ്രതി ആരാന്നൊക്കെ അറിയാൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 4 പേരെ കാണിക്കുന്നുണ്ട്. വിനീത് തട്ടിലടക്കമുള്ള നിങ്ങൾ 4 പേര് ഒരു മർഡർ അന്വേഷിക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു ടീമുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു സ്ക്വാഡാണോ ഇതിനകത്ത് മെയിൻ? പ്രധാനമായിട്ടും നമ്മളുടെ ഈ പറഞ്ഞ പോലെ 4 ക്യാരക്ടേഴ്സിന്റെയും ഒരു ഇമോഷണൽ ജേർണിയും കൂടി ഉണ്ട് ഇവർ അന്വേഷിക്കുന്ന കേസിന്റെ കൂടെ ഉള്ളത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഒരു എന്താ പറയുക സൈഡ് കഥയല്ല, നമ്മളുടെ ഇമോഷണൽ ജേർണിയാണ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ കൂടുതൽ പ്രൊമിനൻ്റ് എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ സ്ക്രീനിൽ വരുന്ന സമയത്ത് ആ ഇൻവെസ്റ്റിഗേഷൻ അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ വേണം. അത് പെട്ടെന്നൊരു ഭയങ്കര ട്വിസ്റ്റ് വെച്ചിട്ടോ അങ്ങനെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇതൊരു ത്രൂ ഔട്ട് ആ ഒരു എൻഗേജിങ് ആയിട്ടും എക്സൈറ്റഡ് ആയിട്ടും, ട്വിസ്റ്റ് ഇല്ലെന്നല്ല, ട്വിസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ അത് അതിനേക്കാൾ നമ്മൾ ഇമ്പോർട്ടൻസ് ഇവരുടെയൊക്കെ ഒരു ഇമോഷണൽ ജേർണിയും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു 93-94 കാലഘട്ടത്തിൽ നടക്കുന്ന സിനിമയാണ്. അത് കാരണം കൊണ്ട് ടെക്നോളജിയുടെ ഇത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് അല്ല. അപ്പോൾ അത് കുറച്ചും കൂടെ രസമുണ്ടാവും. വെറുതെ ഗൂഗിൾ ചെയ്താൽ ഒരു കാര്യം കിട്ടുന്നതിനേക്കാളും കാണാൻ രസമുണ്ടാവുമല്ലോ, ചിന്തിച്ചും കഷ്ടപ്പെട്ടൊക്കെ കിട്ടുന്നത്. അപ്പൊ അങ്ങനത്തെ
ആ കാലഘട്ടത്തിൽ ആയത് കാരണം കൊണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ സിനിമകളിൽ നിന്ന് ഇതിനുള്ളൊരു വ്യത്യസ്തത അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പീരിയഡ് സിനിമയാണത്. അതാ അങ്ങനത്തെ ഒരു സെറ്റിങ്ങിൽ വരുന്നത് ഇതിൽ നമ്മൾ പ്രതിപാദിക്കുന്ന കേസും അന്നത്തെ ഈ പോലീസുകാരുടെ സാഹചര്യവും എല്ലാം മറ്റേ മുഖവിലക്കെടുത്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടവും ഒക്കെ ഉള്ളത്. ഈ സിനിമയുടെ ട്രെയിലർ കാണുന്നൊക്കെ സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ അതിന്റെ ബിഹൈൻഡ് ദ സീൻ വീഡിയോസ് ഒക്കെ വന്നപ്പോൾ വൻ ഫണ്ണായിരുന്നു. സിനിമ സീരിയസ് സിനിമ തന്നെയാണ്, പക്ഷെ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ അതും നമുക്ക് മെത്തേഡ് കട്ടിന്റെ ഇടയിലെ സീരിയസ് ഉള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ ഭയങ്കര ഫ്രീ ആണ്. ആക്ഷൻ പറയുമ്പോൾ സീരിയസ് ആണ്, കട്ട് പറയുമ്പോൾ തമാശ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ടോവിനോ എന്നുള്ള നടനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഇന്റർവ്യൂസിലാണെങ്കിലും അല്ലെങ്കിൽ ഔട്ട്ഡോർ കാണുന്ന സമയത്തൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് രസമായിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യൻ പോലെ. ഇപ്പോൾ ഈ സിനിമയുടെ മാത്രമല്ല ബാക്കി പല സിനിമയുടെ ഇപ്പോൾ എസ്പെഷ്യലി ബേസിലൊക്കെ ആയിട്ടുള്ള പടങ്ങളിലൊക്കെ ആകുമ്പോൾ ഈ സെറ്റിൽ ഭയങ്കര ഫണ്ണാണ്. ഇപ്പോൾ നിങ്ങൾ കൂടെ അഭിനയിച്ച ആൾക്കാരോടാണ് ചോദിക്കാറ്, കളയിലും ഒപ്പം ഉണ്ടായിരുന്നു. കള ഇതേപോലെ ഭയങ്കര ഇന്റൻസ് മൂവിയാണ്. പക്ഷേ മൂപ്പർ എങ്ങനെയാണ്, വൻ ജോളിയാണോ സെറ്റില്? ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് നേരിട്ട് പരിചയമില്ല. പണ്ടൊരിക്കൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ പുള്ളിക്ക് ഓർമ്മയില്ല. 2014 കൃഷന്തും ഞാനും സഞ്ജു ശിവറാണ് ഞങ്ങളൊക്കെ കൂടിയിട്ടൊരു, അപ്പൊ അന്ന് രാഹുലും ഞാനും ഉണ്ടായിരുന്നു, പക്ഷെ ഓർമ്മയില്ല. പറഞ്ഞപ്പം ഞാനാണ് കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. അത് രാഹുലാണെന്ന് പിന്നീടാണ്. അതിനിടയ്ക്ക് രാഹുല് ഇതിനിടയ്ക്ക് നമ്മൾ ആവാസ വ്യൂഹവും ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് രാഹുലിനെ അറിയാം, പക്ഷെ എനിക്കറിയില്ലല്ലോ, എന്നെ അറിയാമെന്നുള്ള. അപ്പൊ അങ്ങനെ ആദ്യം ഒരു ഹീസ് എ സ്റ്റാർ, അപ്പം നമ്മളൊരു 10-65 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. ഞാനാണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും പുള്ളി പോകുന്ന വഴിക്ക് എന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയാണ് ചെയ്തത്. അപ്പൊ എനിക്കത് ഭയങ്കര ആശ്വാസമായിരുന്നു. അല്ല, അത് ഭയങ്കര ഫണ്ണായിരുന്നു. നമ്മള് ഇവരെന്നെങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇവരെ കാണുന്നുണ്ടല്ലോ. ഞാനല്ലാതെ ഏലിയനായിട്ട് എവിടെന്നെങ്കിലും വന്ന് സിനിമയിൽ അഭിനയിച്ച് ഉടനെ കയറി പോകുന്നതാണല്ലോ. നമ്മൾ കുറെ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കട്ടപ്പന, തൊടുപുഴ, കോട്ടയം. അപ്പം ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പുള്ളി ആഹാരം കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. പക്ഷെ ഓരോ സ്ഥലത്തും അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് തപ്പിയിട്ട് മേടിച്ചു വെച്ചിട്ട് ഞങ്ങളെ ക്യാരനെ വിളിച്ചിരുത്തിട്ട് ഞങ്ങളെ തെറ്റിക്കും. ഞാൻ ഫുള്ള് ഹെൽത്ത് കോൺഷ്യസ്, കുറച്ച് കഴിക്കും, ഞാൻ കഴിക്കും. മറ്റുള്ളവരെ കഴിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്കത് വളരെ സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് പുട്ട് ഷൂട്ട് കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞ് പോരല്ലേ ക്യാരവനിട്ട് വരണം എന്ന് പറഞ്ഞു. നമുക്ക് പോകാൻ വേറെ വണ്ടി, ഞാൻ വേറെ വണ്ടി. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു സിൽവർ പേപ്പറൊക്കെ ഇട്ടൊരു സാധനങ്ങൾ പൊതിഞ്ഞു വെച്ചത്. അത് ജിനുചേട്ടൻ ആണ് ആദ്യം പറയണത്, നമ്മുടെ റൈറ്റർ ജിനുചേട്ടൻ. റൈറ്റർ മാത്രമല്ല പ്രൊഡ്യൂസർ കൂടെ ആണല്ലോ. പുള്ളിയാണ് നമ്മുടെ അടുത്ത് പറയണത് ചങ്ങനാശ്ശേരി വാണിയില് അതിനവിടുന്ന് കൊണ്ടുവന്നത് പുട്ട് വിഴുങ്ങിയ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴും തയ്ച്ച് റെഡിയാക്കി. അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്നും ടേസ്റ്റ് നോക്കണ്ടേ. അപ്പോൾ എനിക്ക് വലിയ അനുഭവം തോന്നുന്നത്, ഞങ്ങൾ ചെറിയ ഇതാണല്ലോ ക്യാരവാൻ കഴിക്കുമ്പോൾ ഞാനൊരു ഈ താറാവിന് വലിയ മാംസങ്ങളൊന്നും ഇല്ലല്ലോ, ഉള്ള ഒരു ഭാഗത്തേക്ക് പിടിച്ചു. അത് പിടിച്ച് അടത്തിയപ്പോൾ ഞാനിങ്ങനെ എടുത്തോണ്ട് പോകാനകത്തുനിന്ന് ഇദ്ദേഹം ഇങ്ങനെ കുറച്ച് എടുത്ത് തിന്നു. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് അത്ഭുതമുള്ള കാര്യമില്ല. എനിക്ക് ഭയങ്കര രസമായിരുന്നു ഈ എല്ലിനോട് ചേർന്നിട്ടുള്ള മീറ്റിന് കുറച്ചുകൂടെ അത് പുള്ളി കൊണ്ടുവരുന്നു. മേടിച്ചു പോകുന്നു. എനിക്കാണെങ്കിൽ ഞങ്ങൾ 3ാമത്തെ പടം നീലവെളിച്ചം, കള. അപ്പോൾ എനിക്ക് ഓരോ ദിവസവും ഒരു വല്ലാത്ത അടുപ്പമാണ് എനിക്ക്. എന്നോട് ഇപ്പോൾ പല ഇൻ്റർവ്യൂ ചോദിക്കും ഏറ്റവും ഇഷ്ടമുള്ള മലയാളത്തിലെ ഏറ്റവും ചങ്കായിട്ടുള്ള ആളാണ്. ഞാൻ ഒരു മടിയില്ലാതെ ചാടിക്കറി പറയുന്ന പേരാ. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ജീവിതം തന്നത് കള എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമയിൽ എന്നെ ചേർത്ത് നിർത്തിയ ആളാണ്. അപ്പോൾ എനിക്കത് ഒരിക്കലും വളരെ ഇമോഷണലി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കെൻ്റെ നാട്ടിലൊരു വീടും ഒരു പേരും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആളാണ്. എൻ്റെ വീട്ടിലോട്ടൊരു ഒരു രാജകീയ വരവ് അങ്ങോട്ട് വന്നിട്ട് ഞാൻ അല്ലാത്ത സമയങ്ങളിൽ ഞാൻ ഒരു സാധാരണ കുട്ടനാടൻ പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഇത്ര സിനിമ ഇങ്ങനെ അവർക്ക് ഞങ്ങളുടെ നാട്ടുകാർക്ക് അറിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വരവോടുകൂടി എൻ്റെ കളറൊക്കെ മാറി നാട്ടിൽ ഞാൻ പോകുമ്പോൾ എന്നോട് എവിടെ പോകണം, ഞാൻ പണിക്ക് പോകാന്നാ പറഞ്ഞത്. ഷൂട്ടിംഗ് എന്ന് പറയാറില്ല, അവർക്കതാ ഇഷ്ടം. പണിക്ക് പോകുന്നവർ ഇതെവിടെ എറണാകുളത്ത് പണി ഇച്ചിരി പണിയുണ്ട്. അല്ലാതെ ഷൂട്ടർ എന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കും ആരാണ് നടൻ, എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചോദിക്കും. അത് അവരുടെ ഇഷ്ടം കൊണ്ട് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ട് വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഇച്ചിരി ഞാൻ തള്ളിൻ്റെ ആളാന്നുള്ള മൊത്തത്തിലൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഞാൻ ഈയിടെ അവധിയെടുത്ത് ഇന്ന് പൈലറ്റ് ആകാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കും. മിക്ക സമയത്തും ആകാശം തള്ളും. പിന്നെ ഓടിക്കാനുള്ള എളുപ്പത്തിൽ അതിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ കുറവാണ് അങ്ങനെ കൂടുതൽ പറയാതിരുന്നത്. അപ്പൊ
അദ്ദേഹത്തിന്റെ വരവോട് കൂടി അതങ്ങ് മാറി. ഇപ്പം എന്നോട് ചോദിക്കുന്നത് വർക്ക് ഏതാണ് വർക്ക് നടക്കുന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി നാട്ടില്. പ്രമോദേട്ടനെ ഞാൻ അന്ന് കാണുമ്പോൾ പോലെ പുള്ളി ഭയങ്കര എല്ലാത്തിലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാൾ, സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് പുള്ളി. കുറെ കൊല്ലങ്ങളായിട്ട് തിയേറ്ററിൽ നാടകങ്ങളിലും പല രീതിയിലും പുള്ളി വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ പുള്ളി പെർഫോമൻസിലും ആ ഒരു ഈസ് ഉണ്ടായിരുന്നു ഭയങ്കര. മണിയാശ എന്നുള്ള ക്യാരക്ടർ കളയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആർക്കും ഒരു ഡൗട്ടും ഇല്ല. പുള്ളി കുറെ സിനിമകളിലും നമുക്ക് കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ സിനിമയ്ക്ക് മുമ്പ് പുള്ളി അഭിനയം തുടങ്ങിയിരുന്ന നാടകത്തിൽ നയത്തിന്റെ അതിൽ നിന്ന് ഓരോ ക്യാരക്ടറൈസേഷന്റെ പുള്ളി കൊടുക്കുന്ന മാനറിസങ്ങളും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അങ്ങനെ പുള്ളി ഇച്ചിരി എക്സൈറ്റഡ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് വളരെ സത്യസന്ധമായിട്ട് ഉള്ളിലുള്ള എക്സൈറ്റ്മെന്റ് പുറത്ത് പറയുമ്പോൾ അത് പിന്നെ നിങ്ങളുടെ ഹെഡിങ്ങും കൂടെ ഒക്കെ ആയി വരുമ്പോഴത്തേക്കും കഥ മാറും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനൊരു ഇൻട്രസ്റ്റിംഗ് ഹെഡിങ് കൊടുക്കണമെന്ന് തോന്നുന്നു. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ഹെഡിങ്ങിൽ ചിലപ്പോൾ ഏറ്റവും രസമാണ്. നമ്മളിപ്പോ ഒരു 65 ദിവസമായിരുന്നു ഈ പടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത്. 65 ദിവസം ഭക്ഷണം കഴിച്ചല്ലേ ഞാൻ ഈ ലൊക്കേഷനിൽ നിന്ന്. അപ്പോൾ അവിടെ ചെന്നൊരു ലൊക്കേഷനിൽ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്തിരിക്കും. ആ പടം ഉണ്ട് കുഴപ്പമില്ല എന്ന് പറയാൻ നോക്കൂ. ഞാൻ എപ്പോഴും പല ഇന്റർവ്യൂ പറയാറുണ്ട്, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളുടെ അഭിപ്രായം എന്താ? സ്വാഭാവികമുണ്ട് നാട്ടുകാർക്ക് ഉണ്ടാവണമെന്നുണ്ടോ? അത്രേ ഉള്ളൂ. എന്റെ സിനിമയെ കുറിച്ച് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അത് ചിലപ്പോൾ സിനിമ എല്ലാ സിനിമയും ഒരുപോലെ ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും അത് ഞാൻ പറഞ്ഞുകൊണ്ടാ അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞത് അത് മോശം. ഔഷധ ഗുണമൊക്കെ തീർന്നു. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് സിനിമയ്ക്ക് മോശം ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഗുണം ഉണ്ടാവണ്ടേ? അതിന് വേണം. അതല്ലല്ല, സിനിമ നന്നായാലാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഗുണം ഉണ്ടാവുന്നത്. ഇപ്പൊ ഈ ട്രോളുകളുടെ കാര്യത്തില് ഇപ്പൊ കൊത്ത് റിലേറ്റഡ് ആയിട്ടായിരിക്കും സിനിമയിൽ വന്നതിന് ശേഷം വന്നത്. പക്ഷെ പല ഘട്ടത്തിലായിട്ട് ടോവിനോക്ക് നേരെ പല ട്രോളുകൾ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഉപദേശം കൊടുത്തിരുന്നു ആൾക്ക് ആ സമയത്ത്? അല്ല, ഇങ്ങനെ ഒരു മൈൻഡ് കുറച്ച് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി എന്നോട് ചേട്ടാ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിക്കണം, ചേട്ടൻ ജോലി ചെയ്ത് പോവുക അങ്ങനെ പറഞ്ഞു. അത് എനിക്കൊരു വലിയ ഇതാണ്. കാരണം ഇത്ര എന്നെക്കാട്ടും മുൻപ് വന്ന് സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്റെ മറ്റു കാര്യങ്ങൾ അറിയുന്ന ആളാണ്. അപ്പൊ പറയരുത് ഇങ്ങനെ പറയരുത് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണല്ലോ. അതിന് ശ്രദ്ധ കൊടുക്കാതിരിക്കാം. പക്ഷെ എളുപ്പമൊന്നല്ല, ഇടയ്ക്ക് ശ്രദ്ധിച്ചു പോകും. അത് ശ്രദ്ധിക്കാതിരിക്കാൻ നമുക്ക് പറ്റും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ തുടക്കത്തിലൊക്കെയാണ് അങ്ങനെ ഭയങ്കര അതിൽ നമ്മൾ പെട്ടെന്ന് അതിൽ നമ്മളൊന്ന് ഇമോഷണലി അത് നമ്മളെ എഫക്ട് ചെയ്യണം. പിന്നെ നോക്കുമ്പോൾ ഇത് സ്ഥിരമുള്ളതല്ലേ, ഇത് പറയുന്നവർ പോലും ചിലപ്പോൾ അത് മീൻ ചെയ്യുന്നവരും ഉണ്ടാവില്ല. അവർക്ക് ആ ഒരു മൊമെന്റിൽ പെട്ടെന്ന് നിങ്ങൾ കൊടുക്കുന്ന ഹെഡിങ് ഒക്കെ കണ്ടിട്ട് ജഡ്ജ് ചെയ്ത് അത് പ്രധാനപ്പെട്ട ഒരിക്കൽ കള ഇറങ്ങിയ സമയത്ത് എനിക്കൊരു ഇന്റർവ്യൂ വന്നു. അപ്പൊ എന്നോട് സംസാരിച്ച് എൻ്റെ കൂട്ടത്തിൽ ചോദിച്ചു ടൊവിനോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ആള്. ഞാൻ പറഞ്ഞു ടൊവിനോ ഒരു നടനാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, പുള്ളിയെ തെളിയിച്ച്. പക്ഷെ ഒരു നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. അവർ എഴുതി വരുന്നത് ടൊവിനോ നടനല്ല പ്രമോദ് വെളിയിലാണ്. അങ്ങനെ ചില സംഭവങ്ങൾ നടക്കാറില്ല നടക്കുന്നുണ്ട്. അങ്ങനെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലാ ദിവസവും നടക്കാറുണ്ട്. ഓക്കെ ഫൈൻ. പിന്നെ കുറേ നേരമായിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. രാഹുൽ രാജഗോപാലൻ ഞാൻ മനസ്സിലാക്കിയിരുന്നോളം മിമിക്രി ഒക്കെ കോളേജ് കാലത്ത് ചെയ്തിരുന്നു. അതിൽ സമ്മാനമൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരെയായിരുന്നു മിമിക്രി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമില്? ആണോ? ഇതിന്റെ ഷൂട്ടില് കോട്ടയം നസീറൊക്കെ ഉണ്ടായിരുന്നു. ഈ ഷൂട്ടിൽ കിട്ടിയ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് പുള്ളിയുടെ ഫ്രണ്ടില് എനിക്ക് ഞാൻ പണ്ട് ടിവിയിൽ ടിവിയിലാണ് കൂടുതൽ നമ്മൾ മിമിക്രിയെ കാണുക. അപ്പൊ അന്ന് നസീർക്കയുടെ പരിപാടികൾ കണ്ടിട്ടാണ് നമ്മൾ മറ്റേ അത് പിന്നെ കണ്ടാണ് ഇത് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജനാർദ്ദനൻ നമുക്ക് അവരെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അത് നസീർക്കെ കണ്ടാണ് ചെയ്യുന്നത്. നസീർക്കയുടെ ഫ്രണ്ടില് എനിക്ക് ചെയ്യാം. നമ്മളൊരു പാലയിൽ എല്ലാവരും വിളിച്ച് ഞങ്ങള് ഒരുമിച്ച് ഒരു ടേബിളിൽ ഇരുന്നിട്ട് കോട്ടയം നസീറിന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. അപ്പം നസീർക്ക് ആദ്യം പുള്ളി മിമിക്രി അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ചിരിച്ച് നമ്മൾ മരിക്കും. കാര്യം എന്താ വെച്ചാൽ പുള്ളിയുടെ കൊച്ചിൻ ഹനീഫയുടെ വാത്സല്യത്തില് മറ്റേ അമ്മയുടെ സീൻ അത് കൊച്ചിൻ ഹനീഫ ആണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കുറെ അത് നമ്മൾ പിന്നെയും ജയിച്ചു. പുള്ളി ഇപ്പോഴും ചെയ്യുമ്പോഴും മാസ്റ്റർ അറ്റ് വർക്ക് തന്നെയാണ്. നമുക്ക് വേണ്ടിട്ട് ഏതെങ്കിലും മിമിക്രി ശബ്ദം നടക്കുമോ? ഇപ്പൊ തൊണ്ടയിൽ നിന്ന് വരുത്താൻ വേണ്ടി അല്ല, കുറെ കാലം കൊണ്ടുവരുന്ന പരിപാടിയാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ജനാർദ്ദനാണ് പരിപാടി ചെയ്യുക. പഴയ പരിപാടിയാണ്. ഞാനിപ്പം മറ്റേ മഹേഷിന്റെ ഒക്കെ പരിപാടി കാണുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ മെമ്മറി ആർട്ടിസ്റ്റ് ആണെന്ന് പറയാറ് പോലും ഇല്ല. കാരണം വേറെ റേഞ്ചിലാണ് ചെയ്യുന്നത്.
ജനാർദ്ദൻ. എടാ എന്തോ തള്ളി ഒടിക്കടാ അവറ്റ കാല്. ഓ അവറ്റ കാല് തള്ളി ഒടിക്കാൻ പറഞ്ഞപ്പം എന്റെ കാല് തള്ളി ഒടിക്കാൻ തോടാത്തണ്ടേ. അറിഞ്ഞില്ലേ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. ഈ പറഞ്ഞപ്പോഴേ നമ്മൾ ഇപ്പം OTT കുറേ വെബ് സീരീസുകൾ വരുന്ന സമയമാണ്. മലയാളത്തിൽ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പ് ഈ യൂട്യൂബിലും ബാക്കി സ്പേസിലൊക്കെ ഇപ്പോൾ കരിക്കാണെങ്കിലൊക്കെ ഇതുണ്ട്. പക്ഷേ ആക്ച്വലി അതിനേക്കാളൊക്കെ വളരെ മുമ്പ് നാട്ടുകാർ.com എന്ന് പറയുന്ന ഒരു വർക്കിലൂടെ ആ ടൈമിൽ ഇൻ്റർനെറ്റ് ഒന്നും അത്ര കോമൺ അല്ല, ആൾക്കാർക്ക് അത്രയും ആക്സസ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസമാണ് നോക്കുന്ന സമയത്താണ് ഇതിൻ്റെ 3-4 എപ്പിസോഡ് കാണുന്നത്. അപ്പോഴാണ് ഈ സ്കെച്ച് വീഡിയോസ് ഇപ്പോൾ പറയണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അറിയുന്നത്. എങ്ങനെ നിങ്ങൾക്ക് ആ ടൈമിൽ ഈ ഇൻ്റർനെറ്റിൽ ഇതൊക്കെ തുടങ്ങാന്നുള്ളൊരു ഐഡിയ നാട്ടുകാർ.com പറഞ്ഞു. ഞാനൊരു സ്ഥലത്ത് നാടകം കളിച്ച് കഴിയുമ്പോൾ നമ്മുടെ അതിൻ്റെ അഭിലാഷ് ശ്രീധരി വന്ന് ഗ്രീൻ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ നമ്മളിങ്ങനെ ചെറിയ പരിപാടി തുടങ്ങാൻ പ്ലാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ എവിടെ വെക്കാനുള്ളതാണെന്നോ അല്ലെങ്കിൽ എവിടെ കാണിക്കാനുള്ളതാണെന്നോ എനിക്കറിയില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സിനിമ അല്ലെങ്കിൽ ക്യാമറയിൽ വർക്ക് ചെയ്യുന്നതിനോട് വരണം എന്നുള്ള ആഗ്രഹിച്ചത്. നാടകം തന്നെ വർഷങ്ങളായി കളിച്ചുകൊണ്ടിരിക്കും. 26 വർഷം നാടകം തന്നെ അല്ലേ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാമെന്ന് പറയും. അങ്ങനെ എന്താണ് ഈ മൊബൈലിനെക്കാട്ട് ചെറിയൊരു ക്യാമറയല്ല ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ 10:30 ശേഷം ഷൂട്ടുള്ളൂ. കാരണം കാപ്പ് കുടിച്ചിട്ട് വരണം വീട്ടിൽ നിന്ന്. ഷെയ്ക്കാൻ്റെ പരിപാടി എന്ന് പറഞ്ഞു. പരിപാടി ചെയ്യുമ്പോൾ ഷെയ്ക്കാൻ്റെ മാത്രമേ കാശൊന്നും ഇല്ല. പരിപാടി നന്നായിരുന്നു, സന്തോഷം. അങ്ങനെ ചെയ്തതാണ്. നാട്ടുകാർ.com 12 എപ്പിസോഡുണ്ട്. അപ്പോൾ ഞാൻ അഭിലാഷിനോട് ചോദിച്ചത് എന്താ എവിടെയാണെന്ന് ചോദിച്ചു. എന്നോട് പുള്ളി പറഞ്ഞു അന്ന് പറഞ്ഞൊരു കമൻറ്റാണ്, പ്രൊമോട്ട കുറേ കാലം കഴിയുമ്പോൾ കക്കൂസിനകത്ത് സിനിമ വരുമെന്ന് പറഞ്ഞു. മൊബൈലുമായിട്ടേ അവിടെ പോയിരിക്കും. അതെ ഞാൻ ഇപ്പോഴും ഈയിടെ ഞാൻ ചോദിച്ചു നിങ്ങൾ അങ്ങനെ തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു. അപ്പോൾ പുള്ളി ഇച്ചിരി എന്നൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞ് നോക്കിയോ നമ്മുടെ കൈകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം വരുന്നൊരു കാലം വരുമെന്ന് പറഞ്ഞു. അന്ന് മറ്റേ നോക്കിയോടെ റബ്ബറിട്ട ഫോണായിരുന്നു നമ്മുടെ ഇതിലൊക്കെ. ഞാൻ കഫേ പോയി അത് കാണുന്ന എപ്പിസോഡുകൾ കാണുന്നത്. അങ്ങനെ അന്ന് പറഞ്ഞാണ് ഇത് നമുക്ക് നോക്കി ഇത് കിളുക്കും, ഇത് നമ്മൾ നല്ലൊരു വിത്തായി പാകുന്ന പ്രൊമോട്ടർ നോക്കി ഇനി കുറേ കാലം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു മേഖലയായി വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയാണ്, അഭിലാഷിൻ്റെ ചിന്തയാണ്. പിന്നെ രസകര നാട്ടുപ്രദേശത്തെ അതൊരു ചെറിയ പേപ്പറിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരുന്നു നമുക്ക് ഇന്നതാണ് സംഭവം. പിന്നെ ഞങ്ങളുടെ എല്ലാവരും കൂടി ആലോചനയാണ് അതാണ് അതിൻ്റെ ഒരു ലൈഫ് ഉണ്ടെങ്കിൽ അത് ഇളയ കഴിക്കളിയോ വാരി കഴിക്കുക. എവിടെ ചെന്നാലും രസം പറഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ പുറത്ത് അത് ചെയ്തത്. ഒറ്റ ചിക്കൻ്റെ ഒരു കാലം കൊണ്ട് ആ എപ്പിസോഡ് മൊത്തം തരുന്നത്. കടിക്കാണ്ട് അവിടെ കടിക്കല്ലേ എന്ന് പറഞ്ഞു. അത് കടിക്കുന്ന ഷോട്ട് മാത്രം എടുത്താൽ അന്നത്തെ ഒന്നുമില്ല. ഒരു അത് നോക്കാൻ അറിയാം. നമുക്ക് ഭയങ്കരമായിട്ടുള്ള റവന്യൂവും അതിൽ നിന്ന് കിട്ടുന്നില്ല. അത് ആൾക്കാര് ഇപ്പോഴും കാണുന്നു എന്ന് പറയുന്നതാണ് അന്ന് അവര് ചെയ്തതിന്റെ അന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യം. അതിനുള്ള റവന്യൂവിനേക്കാളും കൂടുതൽ ഇന്നും അത് ആൾക്കാർ കാണുന്നു, നമ്മളിപ്പോ സംസാരിക്കുന്നു എന്ന് പറയാനാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതിന് നമ്മൾ ചെയ്തെങ്കിലും അതെന്ന് നാടകം കളിച്ചിട്ട് ഇറങ്ങുമ്പോഴേ ഈ വിദേശത്തുള്ളവർ വരുമല്ലോ, അവരൊക്കെ മറ്റേ അളിയൻ കഴിക്കുന്നകത്ത് ചേട്ടനല്ലേ. നമ്മൾ 2.5 മണിക്കൂർ നടയെ കിടന്ന് തലയെ കുത്തി പറഞ്ഞാൽ ചോദിക്കുകയല്ലേ മറ്റേ അളിയൻ കഴിക്കുന്നകത്ത് അളിയനല്ലേ എന്ന് ചോദിക്കുക. അത് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടിയൊരു ഏറ്റവും വലിയൊരു അത് കാരണം ഒരുപാട് സിനിമകളും അത് കണ്ടിട്ട് വിളിച്ച് കിട്ടുകയൊക്കെ ചെയ്താണ്. ഈ യങ്ങർ ജനറേഷൻ ഇപ്പം നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ഒരു നല്ല പടത്തോടെയാണ് 2023 അവസാനിക്കുന്നത്. മോഹൻലാലിൻ്റെ ഇപ്പോൾ നേരെ അതിന് ശേഷം വരുന്നു. ഇപ്പോൾ വാലിബൻ വരാൻ നിൽക്കുന്നുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ജനറേഷനിലെ ആളുടെയും ഒരു പടം കംബാക്ക് വന്നു. കുറേ നാളുകൾക്ക് ശേഷം ഓസ്ലറും ഹിറ്റായി, ജയറാമിൻ്റെയും വന്നു. അപ്പോൾ എപ്പോഴും ഒരു കമ്പാരിസൺ നടക്കുമല്ലോ. ഇപ്പോഴും മലയാളത്തിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡായിട്ട് നിൽക്കുന്നത് ഈ ബിഗ് ഇവർ തന്നെയാണ്. യങ്ങർ ജനറേഷൻ എവിടെയാണെന്നൊക്കെ ചോദിക്കും. പക്ഷെ യങ്ങർ ജനറേഷൻ്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജനറേഷൻ്റെ പടങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഈ കമ്പാരിസണ് ഭയങ്കര എതിരാണ്. പക്ഷെ കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ അവരെയും ഇപ്പോഴത്തെ ഞങ്ങളെയും വെച്ച് കമ്പയർ ചെയ്യല്ലേ. പണ്ടത്തെ അവരെയും ഞങ്ങളെ വെച്ച് കുറച്ചും കൂടെ അല്ലേ? ശരിയല്ല? അതൊക്കെ ഈ അന്വേഷിപ്പും കണ്ടെത്തിൻ്റെയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഇപ്പം ടെക്നിക്കൽ സൈഡിൽ ആക്ടേഴ്സിൻ്റെ ഒപ്പം തന്നെ ടെക്നിക്കൽ സൈഡിലുണ്ട്. സന്തോഷ് നാരായണനാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര എല്ലാവരും ഇന്ത്യ മുഴുവൻ വളരെ ശ്രദ്ധിക്കുന്ന ഒരു മ്യൂസീഷ്യനാണ് ഈ പടത്തിൽ വരുന്നത്. അപ്പം അതൊരു നിങ്ങൾക്ക് ഭയങ്കര ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം വരുന്നതും. എസ്പെഷ്യലി നമുക്ക് സൗത്തിലാണെങ്കിലും ബാക്കി എല്ലായിടത്തും ഈ പടം കുറച്ചുകൂടെ റീച്ച് കിട്ടാൻ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിന് തീർച്ചയായിട്ടും ഉണ്ട്. അതിനേക്കാളും നമുക്ക് സന്തോഷം തോന്നിയത് ഞാനും അദ്ദേഹം കണ്ടിട്ട് പോലും ഇല്ല ഇതിനു മുമ്പ്. പക്ഷെ ഈ സിനിമ പുള്ളി ഇതിന്റെ വർക്കിന്റെ സമയത്ത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ പുള്ളി മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം പുള്ളി സിനിമ ത്രൂ ഔട്ട് ഇരുന്ന് കണ്ടിട്ട് പുള്ളി നല്ല അഭിപ്രായം ഇവരോട് പറഞ്ഞായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ ഒരു ദിവസം വിളിച്ച് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. എന്നെ പുള്ളി മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ നമ്പർ സേവ് അങ്ങനെ ഞങ്ങൾ പുള്ളിക്ക് സംസാരിച്ചപ്പോൾ പുള്ളിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കൊരു നമ്മളുടെ സിനിമയിൽ വർക്ക് ചെയ്തതല്ലാതെ ഒരാളിൽ നിന്ന് നമ്മളൊരു അഭിപ്രായം കേൾക്കുന്നത് ആണ്. അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമായിരുന്നു.
പുള്ളി അതിൽ ഭയങ്കര ഇൻവോൾവ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ സിനിമയുടെ വർക്ക് ചെയ്യുന്നത്. ഇത് പക്ഷെ അങ്ങനെ ഒരു പുള്ളി പലതരം സിനിമകൾ ചെയ്തു, മാസ് എലിവേഷൻ സാധനങ്ങളൊക്കെ പുള്ളി ഗംഭീരമായിട്ട് ചെയ്യുന്നതാണ്. ഇതിൽ പക്ഷെ മാസ് എലിവേഷൻ അല്ല, എനിക്കൊന്ന് ഈ സിനിമയ്ക്ക് അനുസരിച്ച് ഏറ്റവും നല്ല സാധനം ചെയ്യുക എന്നുള്ളതിൽ പുള്ളി ഭയങ്കര തൽപരനാണ്. അത് ഈ സിനിമ പുള്ളിക്ക് ഭയങ്കര ആദ്യമായിട്ടാണ് മലയാളത്തിൽ ചെയ്യുന്നത്. അത് ഭയങ്കര കറക്റ്റ് സിനിമയാണ്. ഇന്നലെ അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു, മലയാളത്തിലേക്ക് ഇങ്ങനെ ഒരു പുതിയ തുടക്കമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന്. നിങ്ങളിപ്പം ടീസർ കണ്ടിട്ടുണ്ടല്ലേ, അപ്പൊ അതിന് ആ മ്യൂസിക് കൊടുക്കുന്നൊരു മൂഡുണ്ട്. ആ ഒരു സാധനം ഫുൾ സിനിമയിൽ കിട്ടുമെന്ന് തന്നെയാണ്. രാഹുൽ രാജഗോപാൽ എപ്പോഴും ഈ ലുക്ക് പെട്ടെന്ന് ഡിഫറെൻ്റ് ആക്കാൻ പറ്റുന്ന ഒരാളെ പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പം ആവാസീയത്തിൽ ജോയി ആണെങ്കിലും പിന്നെ കരിക്കിൽ ഉള്ള വേഷങ്ങളാണെങ്കിലും ഒക്കെ, പിന്നെ അപ്പോൾ തന്നെ സംസാരവും മാറും. മൊത്തത്തിൽ ഈ ലുക്ക് പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണോ? അല്ല, അത് എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് പോലീസ് കഥാപാത്രങ്ങളാണ്. അല്ല, അത് ഒരേ സമയം ഗുണവും ദോഷവുമാണ്. കാരണം ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പരിപാടികൾ ചെയ്യാം. ദോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മനസ്സിലാവില്ല ഞാനാണെന്നുള്ളത്. ഇപ്പം കുറേ കാലം ഇപ്പോൾ കരിക്കിലെ തമ്പാച്ചൻ എന്നുള്ള ക്യാരക്ടർ ചെയ്ത് കുറേ കാലം ആളുകൾക്ക് ഇത് ഞാനാണ് ചെയ്തതെന്ന് മനസ്സിലായിട്ടില്ല. ഞാനാണെന്ന് മനസ്സിലായാലല്ലേ എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരേ സമയം ഗുണവും, പക്ഷേ എഗെയിൻ മൂവിങ് ഫോർവേഡ് ഗുണമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത് ഒരു രസമല്ലേ. പിന്നെ നമ്മൾ ഹിയർ ടു ഹാവ് ഫൺ. അപ്പം ഒരേ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലും രസം പല പല പരിപാടികൾ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് മലയാളത്തിൽ സിനിമകൾ വന്നിരുന്നില്ലൊക്കെ ഒരു ഗ്യാങ്ങിൽ നിന്ന് വന്നിരുന്ന ഒരു ഫ്രണ്ട്സ് ടീം ഉണ്ടാവും, റൈറ്റർ ഉണ്ടായിരിക്കും, ക്യാമറ പേഴ്സൺ അങ്ങനെയുണ്ട്. അപ്പം ഈ ആക്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ പിന്നെ വിനീത് ശ്രീനിവാസൻ, അൽഫോൺസ് പുത്ര അങ്ങനെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫഹദിനാണെങ്കിൽ ശ്യാം പുഷ്കരൻ, ദിലീഷ് പോത്തൻ, പൃഥ്വിരാജനാണെങ്കിലും ആന്റണി പെരുമാൾ, മോഹൻലാൽ, മുരളി ഗോപി എന്നുള്ള റൈറ്റർ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ബേസിലിനോട് കൂട്ടുണ്ടെങ്കിലും ടോന് അങ്ങനെ ഏതെങ്കിലും ഒരു എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞപ്പോൾ നമുക്കൊരു സെറ്റ് ഉണ്ടാവുന്നു. ഇപ്പൊ നമുക്കിപ്പോ കരിയറിൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് ഫോൾ ബാക്ക് ചെയ്യാൻ ഒരു ടീം ഉള്ളത് അങ്ങനെ ഗുണമുണ്ടോ? അത് ഞാൻ അങ്ങനെ ഒരു പെർട്ടിക്കുലർ സെറ്റിന്റെ ഭാഗമാവുന്നതിനേക്കാളും എല്ലാ നല്ല സെറ്റിന്റെയും നമ്മൾ ഇതിനെ റെസ്ട്രിക്ട് ചെയ്യണം. എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഡയറക്ടറിനെയും ക്രൂവിനെയും എൻ്റെ റൈറ്ററിനെയും സിനിമാറ്റോഗ്രാഫറിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും നല്ല ടെക്നീഷ്യൻസുമായിട്ടും ഏറ്റവും നല്ല ആക്ടേഴ്സുമായിട്ടും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് ഓരോ സിനിമയിലും നമ്മൾ പുതിയ പുതിയ അവസരങ്ങൾ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് അങ്ങനത്തെ സിനിമകൾ മാത്രം എനിക്കൊന്നും അങ്ങനെ ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കുറച്ച് കംഫർട്ട് ലെവൽ കൂടുതലുണ്ടാവും ഓൾറെഡി പരിചയമുള്ള ആൾക്കാർ. പക്ഷെ അത് എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയുടെ കാര്യമുള്ളൂ. അതായത് നമ്മളൊരു സിനിമയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊന്നും തമ്മിൽ പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും നമ്മൾ കാണുകയും ആ ഒരു അടുപ്പം ഉണ്ടാവുകയും സിനിമയോടുള്ള ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഇഷ്ടമായിരിക്കാം, എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒരുമിപ്പിക്കും. ഇതിൽ കുറച്ച് പേരായിട്ട് നമുക്ക് കൂടുതൽ അടുപ്പം ഉണ്ടാവും. അപ്പോൾ അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ അന്വേഷിപ്പിംഗ് കണ്ടെത്തുന്ന സിനിമയുടെ ഈ ഗ്യാങ് ആദ്യമായിട്ടാണ് നമ്മളത് ഒന്നിക്കുന്നത്. അടുത്തൊരു സിനിമ ഇതേ ഗ്യാങ് വരാണെങ്കിൽ അതൊരു ഗ്യാങ് സിനിമ എന്ന് പറയാൻ പറ്റില്ല, അതൊരു സിനിമ കാരണം കൊണ്ടായിട്ടുള്ള ഗ്യാങ്ങാണ്. ഇപ്പൊ ബേസിൽ ഞാനാണെങ്കിലും ഒരു സിനിമ കാരണം കൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ അടുപ്പം ഉണ്ടായത്. അത് കഴിഞ്ഞ് അടുത്തൊരു സിനിമ വരുന്നു. അല്ലാതെ നമ്മൾ ഓൾറെഡി ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ ഒരു സിനിമ ചെയ്യാനായിട്ട് വന്നേക്കുന്നില്ല. അത് ഫ്രണ്ട്ഷിപ്പ് തീർച്ചയായിട്ടും സിനിമയ്ക്ക് ഗുണം ചെയ്യും. പക്ഷെ അതല്ല സിനിമകളിൽ ചൂസ് ചെയ്യുന്നതിൻ്റെയും ചെയ്യുന്നതിൻ്റെ ഒരു മാനദണ്ഡം. വേറെ ഇപ്പം മലയാളത്തിൽ കുറേ സിനിമകളിൽ നാടകം കുറേ ഇൻവോൾവ് ചെയ്തു. ഇപ്പം എസ്പെഷ്യലി ഈ അടുത്ത് ഏറ്റവും ഹിറ്റായിട്ടുള്ളത് നൻപകൽ നേരത്ത് മയക്കത്തിലുള്ള ഒരു ഡ്രാമ എങ്ങനെയാണ് ക്യാമറ പൊസിഷനിലൊക്കെ വന്നിരുന്നത്. പിന്നെ ആട്ടം സിനിമ ഇപ്പം ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. കുറേ നാളെ നാടകത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള നാള് എന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ്, ഈ രണ്ട് സിനിമകളിലൊക്കെ നാടകം ഒരു എന്താ പറയുക അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എങ്ങനെയുണ്ടെന്ന് നാടകം നടന്ന് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നോ പടം കണ്ട സമയത്ത്? എങ്ങനെയുണ്ട് ആ സിനിമകളിൽ നിന്നുള്ളത്? നൻപകല് അത് എനിക്ക് രസമായിട്ടല്ലേ ആളുകളതിനെ സ്വീകരിച്ചില്ലേ? അപ്പോൾ സ്വീകരിക്കും ഉറപ്പാ. സ്ഥിരം കണ്ടുപടുത്ത രീതിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റം കൊടുക്കുമ്പോഴല്ലേ ആളുകൾ അതിലേക്ക് അടുക്കുന്നത്. ഉറപ്പായിട്ടും അത് പിന്നെ ഏതിലാണ് നാടകം ഇല്ലാത്തത്? നമ്മൾ ഈ സംസാരിക്കുന്നതിനകത്തൊരു നാടകമില്ലേ? ഇല്ലേ? അത്രേ ഉള്ളൂ. അത് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കൊടുക്കാന്നുള്ളതാണ്. ഇപ്പോൾ 2024 നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ അഭിനേതാക്കളുടെയും ഒരു ലൈനപ്പ് അവരുടെ ഇറങ്ങാനുള്ള പടങ്ങൾ നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ടോവിനോ തോമസിൻ്റെ വൻ സെറ്റപ്പ് ഇയർ ആണെന്ന് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ അന്വേഷണം കണ്ടെത്തുന്നുണ്ട് അജയൻ്റെ രണ്ടാം മോഷണം, ലൈക്ക് വലിയ ബാനറിൽ വലിയൊരു സിനിമയായിട്ട് വരുന്നതാണ്. നടികർ ഉണ്ട്, എമ്പുരാൻ വരുന്നുണ്ട്, ഐഡന്റിറ്റി ഉണ്ട്, മുൻപേ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ളി പാക്ഡ് ആൻഡ് ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ അന്വേഷിപ്പിംഗ് കണ്ടെത്തും കഴിഞ്ഞിട്ടുണ്ട്, നടികറിന്റെ കഴിഞ്ഞിട്ടുണ്ട്, അജയന്റെ രണ്ടാം മോഷണത്തിന്റെ കഴിഞ്ഞിട്ടുണ്ട്.
നടക്കുന്നുണ്ട്. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് അന്വേഷിപ്പിൻ കഴിഞ്ഞാൽ അടുത്തത് മേ ബി മെയ് ആദ്യം, ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യം എന്നുള്ള പോലെയാണ് നമ്മൾ നടികർ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതും കഴിഞ്ഞിട്ടായിരിക്കും അന്വേഷിപ്പിൻ അജയന്റെ ഈ 2024 ഫുൾ പാക്ഡ് ആണോ, ലൈക്ക് ഈ ഇയർ പ്ലാൻഡ് ഔട്ട് ആണോ ടോവിനോയ്ക്ക്? ഞങ്ങൾ 2022 ആണ് അജയന്റെ എണ്ണമോഷണത്തിന്റെ ഷൂട്ട് തുടങ്ങിയത്. അത് നമ്മൾ 2023 ആദ്യമായപ്പോൾ അത് തീർന്നു. പിന്നെ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നല്ല സമയം വേണ്ട സിനിമയാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് ആകെ നീലവെളിച്ചവും പിന്നെ 2018 പിന്നെ അദൃശ്യജാലങ്ങൾ 3 സിനിമകളാണ് എൻ്റെ റിലീസായിട്ടുള്ളത്. ഈ വർഷം ചിലപ്പോൾ അതിനേക്കാൾ ഒരു സിനിമ വല്ലതും കൂടുതലുണ്ടോ? ഇപ്പോൾ 3 എല്ലാ സമയമെടുക്കുന്നു എല്ലാ സിനിമകളും. ഇപ്പോൾ അതിൻ്റെ ക്യാൻവാസ് വലുതാവുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവാം, ട്രയൽ ആൻഡ് എറർ വേണ്ടി വരും ചിലപ്പോൾ ഒക്കെ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കൂടുതൽ സമയമെടുത്തിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ വർഷം ഷൂട്ട് ചെയ്യുന്ന സിനിമ അടുത്ത വർഷമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടല്ല. വ്യത്യസ്തമായിട്ടുള്ള സിനിമകളുടെ ഭാഗമാവുക. ഇപ്പോൾ അന്വേഷിപ്പിൻ കണ്ടെത്തും പോലൊരു സിനിമയേ അല്ല നടികർ തിലകം. അതുപോലത്തെ ഇത് 2 പോലത്തെ സിനിമയേ അല്ല അജയൻ്റെ രണ്ടാം മോഷണം. ഇത് 3 പോലത്തെ സിനിമയേ അല്ല ഐഡന്റിറ്റി. അപ്പോൾ അങ്ങനെ പലതരം സിനിമകളുടെ ഭാഗമായിട്ട് പോകാന്നുള്ളതാണ്. ഈ അഭിനയത്തിൽ പലതരം സിനിമകളുടെ ഭാഗമാവുന്ന പോലെ തന്നെ ടോവിനോ ഭാഗമായിട്ടുള്ള പ്രൊഡക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് കുറച്ച് കൊമേഴ്ഷ്യൽ ഇതാണെന്ന് പറയാം. പക്ഷെ ഇപ്പോൾ വഴക്ക്, കള, അദൃശ്യജാലകം ഇത് 3 ഒന്നെങ്കിൽ എക്സ്പെരിമെൻ്റ് ആയിട്ട് ഒരു നരേറ്റീവ് കൊണ്ടുവന്നതാണ് കള. പക്ഷെ ബാക്കി 2 സിനിമകളും നമ്മൾ ഈ സമാന്തര സിനിമ എന്ന് പറയാം. അങ്ങനെ കാറ്റഗറി തിരിക്കണമെന്നൊക്കെയുള്ളത് വേറെ ചോദ്യം. ബട്ട് അതിൻ്റെ ഒരു ഇതിൽ വരുന്നതാണ്. ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ ഭാഗമാവുന്ന പടങ്ങളിൽ ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു താരപദവിയിലുള്ള ഒരു നടന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ മൂവീസിന്റെ ഭാഗമാവുന്നത് ട്രെൻഡ് കാണാറുണ്ട്. പക്ഷേ ഞാനങ്ങനെ ഭയങ്കര ഒരു പ്രൊഡ്യൂസർ ആവാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല. ഞാൻ നടനാവാനാണ് ആഗ്രഹിച്ചത്, അതായിട്ടുണ്ട്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ചില സിനിമകളൊക്കെ സംഭവിക്കാനായിട്ട് ചിലപ്പോൾ വേറൊരാളെ അത് ചെന്ന് കൺവിൻസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം നമ്മൾ സ്വയം ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. ഇപ്പോൾ അത് മാത്രമല്ല, പലപ്പോഴും ഞാനങ്ങനെ സിനിമ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് വരുന്നത് പലപ്പോഴും ഞാൻ ചിലപ്പോൾ ശമ്പളം മേടിക്കേണ്ട അഭിനയിച്ചു കഴിഞ്ഞാൽ അതിനുപോലെ എൻ്റെ പേര് പ്രൊഡക്ഷനിൽ കിട്ടും എന്ന് പറയുള്ളൂ. അത് ലാഭം കിട്ടുന്ന സിനിമകളിലാണെങ്കിലാണല്ലോ നമുക്ക് റിട്ടേൺസ് ഉണ്ടോ. അത് ഇപ്പോൾ കളയൊന്നും നമുക്ക് അങ്ങനെ ഒരു രൂപ പോലും ലാഭമൊന്നും കിട്ടാത്തതാണ്. കാര്യം വെച്ചാൽ അതിന് പ്രൊഡക്ഷനിൽ നമ്മൾ ഒട്ടും കോംപ്രമൈസ് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു. പിന്നെ അതിനെ ബിസിനസ് അപ്പോൾ നമ്മൾ പൈസ മുടക്കിയ ആൾ സേഫായി. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. എല്ലാവരും പണിയില്ലാതിരിക്കുന്നു. ആ സമയത്ത് നമുക്കൊരു പടം ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ അനുഗ്രഹം എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പം ഞാനും രോഹിത്തും അഖിലും ഒക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ട് അതിനകത്ത് നമുക്കൊരു ഇൻവെസ്റ്റർ എന്നുള്ള പോലെ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്നുള്ള പോലെ നമുക്ക് അതിന് തൊട്ടുമ്പോൾ ഞാനും അഖിലും ഒരുമിച്ച് ചെയ്തിട്ടുള്ള ഫോറൻസിക് എന്നുള്ള സിനിമയുടെ പ്രൊഡ്യൂസർ സുജിച്ചേട്ടനും വന്നു. അപ്പോൾ നമ്മളൊരു സൗഹൃദ അന്തരീക്ഷത്തിൽ നമ്മൾ ചെയ്തതാണ്. അതിനകത്ത് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല. അപ്പോൾ എനിക്കങ്ങനെ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണോ ഞാനൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ എനിക്ക് ആ ഒരു മേഖല അത്ര പരിചയമുള്ളതല്ല. നമ്മൾ കാരണം കൊണ്ട് ആ സിനിമയ്ക്ക് എന്തെങ്കിലും അതിൻ്റെ പ്രോസസ്സ് ഇത്തിരി കൂടെ സ്മൂത്ത് ആവാനായിട്ട് നമ്മൾ ശമ്പളം ഇല്ലാണ്ടൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ കാര്യം അതുകൊണ്ട് ഞാൻ പട്ടണയായി പോകുന്നില്ല. ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. അത് ഞാനെപ്പോഴും എനിക്ക് അങ്ങനെ ഭയങ്കര ചിലവുകളുള്ള ആളുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ആ സ്റ്റെബിലിറ്റി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എനിക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാതെയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ പടം ശരിക്കും ലാഭം വന്നിരിക്കാം. പ്രമോദേട്ടന്റെ വീടിന്റെ പേരെന്താന്ന് അറിയാമോ? കളപ്പുര. അത് ഭയങ്കര നമുക്കും ഭയങ്കര ഇമോഷണലി. കാര്യം വെറുതെ പ്രമോദേട്ടൻ എന്തെങ്കിലും ഇന്റർവ്യൂവിൽ പറയുന്നു, നമ്മളെ കാണുമ്പോൾ പറയുന്നു അല്ല, പുള്ളി ആക്ച്വലി അത് മീൻ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ആ സിനിമ. അതേ ഫോണില് കളപുര എന്നോടും പറഞ്ഞിരുന്നില്ല. ഞാനത് കണ്ടിട്ട് നെറ്റ് നോക്കാമെന്ന് ചോദിച്ചു. ഫോട്ടോ എടുത്ത് ഭയങ്കര രസമല്ല. ഇതിനറിയാം നമ്മൾ ആ വീട്ടിലോട്ട് എന്നും വന്ന് കയറുമ്പോൾ എൻ്റെ വീടിൻ്റെ ശരിക്കുള്ള പേര് കുറുകത്തറത്തിലാണ്. അതിൻ്റെ വേറെ പ്രത്യേകത ശ്രദ്ധിക്കാതെ അത് സ്റ്റേജിൻ്റെ ഫ്രണ്ട് പോലെ അത് ചെയ്തിരിക്കുന്നത്. ഒരു കട്ടൻ പൊക്കിയിട്ട് കട്ടൻ്റെ കോട്ടപ്പുറത്തെ കുറുകത്തറത്തിൽ നിന്നും അതിനകത്ത് വന്നിരിക്കുന്നതാണ്. കാരണം അതിനകത്തൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഞാൻ നാടകത്തിലൂടെയാണ് സിനിമയിൽ എത്തിയെന്ന് കാണിക്കുന്ന ഒരു ചെറിയ രൂപമാണ്. നമ്മൾ വീട്ടിലോട്ട് വന്ന് നമ്മൾ കോളിംഗ് അടിക്കുമ്പോൾ ഞാൻ അതിനെ നോക്കും. നമ്മുടെ വരവ് എവിടുന്നായിരുന്നു, എങ്ങോട്ടാണെന്നുള്ളത് അതിന് പറയാൻ പറ്റില്ല. അത് അങ്ങനത്തെ അത്ര ഇമോഷണലാണ് നമ്മൾ. ഇങ്ങനൊന്നും ആകുന്നോ ഇവിടെ വന്നിരിക്കുമെന്ന് ചിന്തിച്ചല്ലോ, സുപ്രത്ത് വിചാരിച്ചല്ലോ. മനസ്സിലായി. കണ്ടപ്പുറപ്പുറമ്പലും പള്ളിപ്പുറമ്പലും തന്നെ ജീവിക്കുമെന്ന് വിചാരിച്ചാൽ അത് എൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥന.
അന്വേഷിപ്പിൻ കണ്ടെത്തിന്റെ വേറൊരു ഫൺ ഫാക്ടർ ആണോന്ന് അറിഞ്ഞുകൂടാ, ഡാർവിൻ കുര്യാക്കോസും ഡോൾവിൻ കുര്യാക്കോസും പ്രൊഡ്യൂസറും നിർമ്മാതാവും സമയം പോരാതെ വരും അതിലേക്ക് കടന്ന സമയം പോരാതെ എന്നാലും ചെറുതായിട്ട് പറയാം, ഇവര് ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടോ? പൈസ ഒരാളുടെ അതാണ് ഞങ്ങളിങ്ങനെ അതായത് ആദ്യം മീറ്റ് ചെയ്യുമ്പോ ഡോൾവിനെ മീറ്റ് ചെയ്തിട്ടില്ല, ഡാർവിനെയാണ് മീറ്റ് ചെയ്തത്. ഓക്കെ, ഡയറക്ടറെ. അത് കഴിഞ്ഞ് പിന്നെ ഡോൾവിനെ മീറ്റ് ചെയ്യുമ്പോൾ ഇയാളെയാണോ കണ്ടത് മറ്റേ ആളാണോ നമുക്ക് മനസ്സിലാവണമെന്നില്ല. പിന്നെ ഷൂട്ടൊക്കെ തുടങ്ങാറായപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ദിവസം കണ്ടു കഴിയുമ്പോൾ ഈ ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിലും എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടോ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് തുടങ്ങുന്നത് വരെയും ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് അറിഞ്ഞൂടല്ലോ അപ്പൊ ആരാണ് മോട്ടറിന്റെ പുറകെ ഇരിക്കുന്നത്. അങ്ങനത്തെ കുറെ കോമഡികൾ ഉണ്ടായിട്ടുണ്ട്. ഞാനാണെങ്കിൽ കഥ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്സ് ഇതെപ്പോ ഡേറ്റ്സ് എപ്പോഴാണ്, അല്ലെങ്കിൽ ഇന്ന് ശമ്പളം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരാള് ഇരട്ടകളിലും ഒരാള് സംവിധായകനും ഒരാള് നിർമ്മാതാവുമാണ്. ഇപ്പൊ രണ്ടുപേരും രണ്ട് സൈഡിൽ ഇരിപ്പുണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ കഥയിലത് എന്ന് പറഞ്ഞിട്ട് ഇയാളല്ലേ ഡയറക്ടർ എന്നുള്ള സംശയം തോന്നിട്ട് അങ്ങനെയാണെങ്കിൽ പോലും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് എത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ ഉറപ്പില്ലാത്തവരുണ്ട്, ശമ്പളത്തിന്റെ കാര്യം ഒക്കെ. പിന്നെ ഞാൻ ഇങ്ങനെ ഇതിൽ ആരാണ് ഏതാണ് പിന്നെ ഇവരെന്നെ പറഞ്ഞു തുടങ്ങി. ഞാൻ എനിക്കൊരു വലിയ പറ്റി ഞങ്ങള് 4 കൂടെ നടന്നു പോകുന്നൊരു സീനുണ്ട്, ചെറിയൊരു കട, ഒരു ടൗണിൽ കൂടെ, ടൗൺ പോലെ തന്നെ നടന്നപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും പുറകില്ല ഞാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമെന്ന് എനിക്ക് തോന്നി, ഇങ്ങനെ ചെയ്യാം. ഞാൻ ചെന്ന് പറഞ്ഞ് നടന്നു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ, അവിടെ അത് കൊള്ളാം കേട്ടോ, ഡയറക്ടറോട് പറയാം. അവനോട് കൂടെ ഒന്ന് ചോദിച്ചേക്കാം. അതുപോലെ പാലുകാച്ചുമായിട്ട് ബന്ധപ്പെട്ട് പൈസ വേണമല്ലോ, ഇവരാണ് എന്നെ സഹായിച്ചേട്ടോ പറയാതിരിക്കുന്നത്. അതേക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. ഞാൻ പൈസ അവനോട് പറയാമെന്ന് താനാന്ന് അറിയില്ല. രണ്ടൊരു ഞാൻ ഡയറക്ടറാണെന്നോ ഞാൻ നിർമ്മാതാവെന്നോ ഒന്നും പറയാത്തില്ല. അവരൊന്നും കേൾക്കുക, മൊത്തം കേട്ടിട്ടേ പറയത്തുള്ളൂ. എന്തായാലും നമ്മുടെ നിന്ന് വരുമെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടി. അവിടെ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഒരു കക്ഷി ഇതുപോലെ ഒരു നമ്മുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു ചാരിറ്റി ചെയ്യേണ്ട ഒരു ആവശ്യം വന്ന് നമ്മളങ്ങനെ ചാരിറ്റി ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡയറക്ടറുടെ അടുത്ത് ചെന്നിട്ട് അതെ നമ്മളിങ്ങനെയാണ്, ഓ ഓക്കെ അത് ചെയ്തു, അത് ഡോൾവിനോട് കൂടെ പറഞ്ഞു. ഓ ഓക്കെ. ഇത് കഴിഞ്ഞ് ഡയറക്ടർ ഇപ്പുറത്ത് ഡോറിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് വേറെ ആരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പുള്ളി വീടിന്റെ അപ്പുറത്ത് കൂടെ കറങ്ങി. സാറേ ഞാൻ മറ്റേ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നോട് തന്നെയാ ചേട്ടൻ അകത്ത് വെച്ച് പറഞ്ഞു. അങ്ങനത്തെ ഐഡന്റിക്കൽ ട്വിൻസ് ആണ് ഇവരാണെങ്കിൽ. മാത്രമല്ല വളരെ നല്ലവന്മാർ. ഞാനത് പാക്കപ്പിനാന്ന് പറഞ്ഞതാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇത്രയും നല്ലവരായിട്ട് മനുഷ്യന്മാർ അധികം ഉണ്ടാവില്ല. നിങ്ങളത് അഭിനയിക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പിടിക്കപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജനുവനാണ്. ഇനിയിപ്പോ ഇത്രയും കാലമായിട്ട് അവർ ആ ക്യാരക്ടറിനെ ക്യാരി ചെയ്യുന്നതാണെങ്കിൽ അവരെന്നെ പറ്റിച്ചോട്ടെ ഞാനൊരു അഭിമാനം കൊണ്ടുള്ളൂ. അത്രയും നല്ല ആൾക്കാർ. ഞാനൊരു ടെൻഷൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും നല്ല ഓർമ്മകൾ മാത്രം തന്ന സ്ഥലമാണ്. അന്വേഷിപ്പൻ കണ്ടെത്തും കാണാനായിട്ട് പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. അവർ പുറത്തുനിന്നുള്ള കുറേ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് OTT ടൈമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പം മലയാളത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പടങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ഇപ്പോൾ ആൾക്കാർ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണാനുള്ള ഒരു പാത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ആ പ്രേക്ഷകരോട് എന്താണ് 3 പേർക്കും പറയാനുള്ളത്, അന്വേഷിപ്പൻ കണ്ടെത്തും കാണാൻ വരുന്നവരോട്? ഞങ്ങളുടെ ബോസ് പറയട്ടെ. ആ പാത്തിലൂടെ പാത്തും പതുങ്ങി ഞങ്ങളും അന്വേഷിപ്പൻ കണ്ടെത്തും നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് ആളുകൾക്ക് മുമ്പിൽ എത്തട്ടെ. എല്ലാവർക്കും കണ്ട് ഒരുപാട് ഇഷ്ടപ്പെടട്ടെ. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം സംസാരിച്ചത്. താങ്ക് യു.